ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇനി മുതൽ നമ്മൾ കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്നത്തെ വീഡിയോ തൊട്ട് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു സീരീസ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് എബ്രോഡ് MBBS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ആയിട്ട്. അപ്പോൾ വെൽക്കം ടു എബ്രോഡ് MBBS സീരീസ് പാർട്ട് 1. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മളൊരു എബ്രോഡ് MBBS എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ഏജൻസി സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഏജൻസി സെലക്ട് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുമായിട്ട് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കും കാര്യങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ Instagram ID സ്ക്രീനിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് എന്തായാലും വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ നമ്മൾ എബ്രോഡ് MBBS പ്ലാൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏജൻസി ചൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏജൻസി ജെന്യൂൻ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് എല്ലാം ഒന്നും റെഡി ആയിട്ട് വരത്തില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് തന്നെ പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പിൽ തന്നെയാണ് മിക്കവരും ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും കാണുന്നതാണ് സ്റ്റുഡൻസും പാരൻസും ഒക്കെ ഫോൾ ഫോർ ഫേക്ക് പ്രോമിസസ്. അതായത് ഇപ്പോൾ പെട്ടെന്ന് അഡ്മിഷൻസ് റെഡിയാക്കി തരാം, കുറഞ്ഞ ചിലവിൽ നമുക്ക് MBBS പഠിക്കാം, അതുപോലെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഫേക്ക് പ്രോമിസസിലാണ് പലരും വീണ് പോകുന്നത്. സോ സീരിയസ്ലി നിങ്ങളുടെ ലൈഫ് തന്നെ മെസ്സപ്പ് ആകും ഇഫ് യു ഫോൾ ഫോർ ദീസ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ടു അവോയ്ഡ് ദിസ്, ലെറ്റ് മീ ബ്രേക്ക് ഇറ്റ് ഡൗൺ ഫോർ യു. ഹൗ ടു ചൂസ് എ ഗുഡ് ഏജൻസി. ഫസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് ഗോ ബിഹൈൻഡ് ഓൺലി അഡ്വർടൈസ്മെൻറ്റ്സ്. പലരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിട്ട് മാത്രം ഒരു ഏജൻസീനെ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റേഴ്സിൽ 100% ഗ്യാരണ്ടി, അതുപോലെ ഫ്രീ ഫ്ലൈറ്റ് ടിക്കറ്റ്, അല്ലെങ്കിൽ നോ എൻട്രൻസ്, ഫ്രീ സ്കോളർഷിപ്പ്, അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഇവർ ഈ പോസ്റ്റേഴ്സിൽ കൊടുക്കും. സോ അത് കണ്ടിട്ട് മാത്രം നിങ്ങൾ ഒരിക്കലും ഒരു ഏജൻസീനെ ചൂസ് ചെയ്യാൻ ഇരിക്കുക. നിങ്ങൾ ഡയറക്റ്റായിട്ട് അവരോട് ചോദിക്കുക, ആർ യു ആൻ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി? ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ആണോ നിങ്ങളെന്ന് നിങ്ങൾക്ക് അവരോട് ഡയറക്റ്റായിട്ട് നിങ്ങൾ ചോദിക്കുക. കാരണം ചില ഏജൻസീസ് ഈ ബ്രോക്കർ ചെയിനിൽ വർക്ക് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്. ആൻഡ് നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻസ് 2-3 ലെയേഴ്സിലായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ അവിടെ റിസ്ക് ഫാക്ടേഴ്സ് ആയാലും എറേഴ്സ് ആയാലും ഡിലേസും എറേഴ്സിനും ഒക്കെ ചാൻസ് കൂടുതലാണ്. ഈവൻ അതിലും ജെന്യൂൻ ആയിട്ടുള്ള ഏജൻസീസ് ഉണ്ട്, എങ്കിലും അവിടെ ഇതിനൊക്കെ ഉള്ള ഒരു ചാൻസ് കൂടുതലാണ്. സോ എപ്പോഴും ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഏജൻസീസിനെ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ഡയറക്റ്റ് ടൈപ്പിലാണോ ഈ ഏജൻസീസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആരെങ്കിലും പറഞ്ഞു ഈ ഒരു ഏജൻസി നല്ലതാണ്, അതുകൊണ്ട് മാത്രം ഒരു ഏജൻസിനെ ചൂസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു വൈസായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കത്തില്ല. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് ഇട്ട് നിങ്ങൾ അതിനെ പുറകെ ആ ഒരു ഏജൻസി എങ്ങനെയാണ്, അതിന് ത്രൂ ഔട്ട് അവരുടെ റിവ്യൂസ് എങ്ങനെയാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ സ്വയം സെർച്ച് ചെയ്തിട്ട് വേണം ഒരു ഏജൻസി ചൂസ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ടും എടുക്കുന്നതും ഒരിക്കലും ബുദ്ധിപരമായിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല. അതുപോലെ ഒരു ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒരു ഏജൻസി ചൂസ് ചെയ്യുന്നതിന് പകരം ഒരു 2-3 ഏജൻസീസിനെ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരോട് നിങ്ങൾക്ക് സെയിം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ പലപ്പോഴും പല രീതിയിലായിരിക്കും അല്ലെങ്കിൽ പല വേ ഓഫ് മെത്തേഡിലായിരിക്കും ആൻസേഴ്സ് കിട്ടുക. അവിടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതാണ് ബെറ്റർ, ഏതാണ് കുറച്ചും കൂടി ജെന്യൂൻ, ഏതെടുത്താലായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ആപ്റ്റായിട്ട് വരുന്നുണ്ടാവുക. ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നിങ്ങൾ ചെയ്യുക. ആ ഏജൻസി ജെന്യൂൻ ആണോ, നമ്മുടെ എഫേർട്ട് ഇട്ട് തന്നെ നമ്മളിത് ഓരോ കാര്യങ്ങൾ നോക്കണം. ഇപ്പോൾ ഒരാൾ പറഞ്ഞു തരുന്നതിലും ഏറ്റവും ബെറ്റർ നമ്മൾ എഫേർട്ട് ഇട്ടാൽ നമുക്ക് അത്രയും ഓരോ കാര്യവും ക്ലാരിഫൈ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും വൈസായിട്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ക് ഫോർ സ്റ്റുഡൻറ്റ് റെഫറൻസസ് ഹു ആക്ച്വലി സ്റ്റഡി ടു ദം. അതായത് ഈ ഏജൻസിയിലൂടെ തന്നെ മുന്നേ പോയ സ്റ്റുഡൻസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അവരുമായിട്ടുള്ളൊരു റെഫറൻസിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതിപ്പോൾ നമ്മൾ യൂട്യൂബിൽ കാണുന്ന അല്ലെങ്കിൽ നോർമൽ വീഡിയോസോ ടെസ്റ്റിമോണിയൽസിനൊക്കെ പകരം ഡയറക്റ്റായിട്ട് തന്നെ എപ്പോഴും കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് മേടിച്ചിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ DM ചെയ്യുകയോ കോൾ ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിച്ച് കൂടുതൽ മനസ്സിലാക്കാം. എങ്ങനെയാണ് ഇവർ ഇപ്പോൾ ഈ ഒരു ഏജൻസിയുടെ സപ്പോർട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാം. അതുപോലെ അവരെങ്ങനെ ത്രൂ ഔട്ട് ഇപ്പോൾ ഈ കാര്യങ്ങൾക്ക് ഇപ്പം അഡ്മിഷൻ പ്രോസസ്സ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ ഏത് കൺട്രിയാണോ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളായാലും
എങ്ങനെയാണ് അവരുടെ സപ്പോർട്ടും കാര്യങ്ങളും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പലപ്പോഴും ഇപ്പോൾ ത്രൂ ഔട്ട് ദി അഡ്മിഷൻ പ്രോസസ്സ് ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ ആ കൺട്രിയിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ബാക്ക് സപ്പോർട്ട് ചിലപ്പോൾ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഏജൻസീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഉറപ്പ് വരുത്തുക, ഏത് ഏജൻസി ആയാലും ത്രൂ ഔട്ട് ദിസ് ജേർണി, അതായത് ഇപ്പോൾ നമ്മൾ ഏത് കൺട്രിയിൽ അവിടെ ചെന്നിട്ടായാലും നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും, അതിനൊക്കെ ഇവർ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഈ സ്റ്റുഡൻസിനോട് ചോദിച്ച് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താവുന്നതാണ്. സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൾ ചെയ്തിട്ടോ മെസ്സേജ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ചോദിക്കാം എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ ഒരു ഏജൻസിയുമായിട്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഒരു ഐഡിയ, കൂടുതൽ ക്ലാരിഫൈ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഫീ ബ്രേക്ക് ഡൗൺ ഉണ്ടോ എന്ന് നോക്കാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏജൻസിക്കാർ ഒരു എമൗണ്ട് പറയും, ഇതാണ് ടോട്ടൽ എക്സ്പെൻസ് ഇതാണെന്നുള്ളത് പറയും, അത് ആണോ ശരിക്കുള്ള എമൗണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് നോക്കുമ്പോൾ 20 lakhs പഠിക്കാം, അല്ലെങ്കിൽ 30 lakhs പഠിക്കാം. ഇങ്ങനെ പല അഡ്വർടൈസ്മെൻറ്റിൽ ഈ ഒരു എക്സ്പെൻസ് ഒക്കെ അവർ കൊടുത്തിരിക്കും. പക്ഷേ ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള എമൗണ്ട് അതായിരിക്കത്തില്ല. ഇതിപ്പോൾ ചിലപ്പോൾ ട്യൂഷൻ ഫീ മാത്രമായിരിക്കാം, ഇതിലവർ ഹോസ്റ്റൽ ഫീ അല്ലെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഫീ, ലിവിങ് എക്സ്പെൻസ്, ടിക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആക്കാണ്ടായിരിക്കും ഈ ഒരു എമൗണ്ട് പറയുന്നത്. അപ്പോൾ പലരും വിചാരിക്കുന്നത് ചിലപ്പോൾ ആ ഒരു എമൗണ്ട് ആയിരുന്നു ഹോൾ എമൗണ്ട്, നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് ഇത്രയാണെന്ന് വിചാരിച്ചിട്ട് ഒരു ഫോൾസ് ഇൻഫർമേഷൻ അങ്ങനെ പാസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഫീ ബ്രേക്ക് ഡൗൺ നിങ്ങൾ ചോദിക്കുക. അതായത് ശരിക്കുള്ള ഫീ സ്ട്രക്ചർ എത്രയാണ്, അതുപോലെ ഹോസ്റ്റൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് ഫെസിലിറ്റി എങ്ങനെയാണ്, ഇതിനൊക്കെ പറ്റിയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണം. നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഫെസിലിറ്റീസ് ഉണ്ടാക്കി തരുന്നുണ്ട്, അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലാണോ ഹോസ്റ്റലിലാണോ, ഇതൊക്കെ നിങ്ങൾ തന്നെ ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമാണ്. ദെൻ പിന്നെ ലിവിങ് എക്സ്പെൻസ്, പിന്നെ അവിടുത്തെ യൂട്ടിലിറ്റി, ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവും, ഒരുപാട് ഹിഡൻ കോസ്റ്റ് ഉണ്ടാവും. ഈ ഹിഡൻ കോസ്റ്റിനെ ഒന്നും പറ്റി അവർ പറയുന്നുണ്ടാവില്ല. പിന്നീടായിരിക്കും നമ്മൾ പറയുന്നത് അല്ല ഇത് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല, അല്ലെങ്കിൽ ഈ ഒരു ആദ്യം പറഞ്ഞ എമൗണ്ടിൽ ഈ എക്സ്പെൻസ് ഒന്നും ആദ്യം പറഞ്ഞ എമൗണ്ടിൽ ഇൻക്ലൂഡഡ് അല്ല എന്ന് പിന്നീടായിരിക്കും പറയുന്നത്. സോ ടോട്ടൽ എമൗണ്ട് എത്ര, അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് നിങ്ങൾ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യുക. സോ ഓൾവേസ് ആസ്ക് ഫോർ റിട്ടേൺ ഫീ ബ്രേക്ക് ഡൗൺ. അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയാനാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം, അതായത് ഇപ്പോൾ നിങ്ങളൊരു ഏജൻസീനെ കോൺടാക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഫുൾ പേയ്മെൻറ്റ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യരുത്. എപ്പോഴും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് സീറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള പേയ്മെൻറ്റ്, പിന്നെ അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിനുള്ള പേയ്മെൻറ്റ്, പിന്നെ വിസ പ്രോസസ്സിനുള്ള പേയ്മെൻറ്റ്, ടിക്കറ്റ്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ഒറ്റ സ്ട്രെച്ചിൽ ഫുൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറയുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. അതൊരിക്കലും ഒരു വൈസ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കില്ല. എപ്പോഴും ജെന്യുവൻ ആയിട്ടുള്ള ഏജൻസി ആണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പേയ്മെൻറ്റിൻ്റെ ആവശ്യം വരത്തുള്ളൂ. അതുപോലെ നിങ്ങൾ പേയ്മെൻറ്റ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു, ദെൻ നിങ്ങൾ ഉറപ്പ് വരുത്തുക നിങ്ങളിപ്പോൾ ചെയ്തത് കറക്റ്റ് എമൗണ്ട് യൂണിവേഴ്സിറ്റിയിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തുക. അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള അഡ്മിഷൻ ലെറ്റർ അവരുടെ നിന്ന് വാങ്ങിക്കുക. യൂണിവേഴ്സിറ്റിയായിട്ട് തന്നെ ഒഫീഷ്യൽ മെയിൽ വെരിഫിക്കേഷൻ ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. അല്ലേ, സ്വന്തമായിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള എഫേർട്ട് ഇട്ട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എടുക്കുക. ഈ കാര്യങ്ങളും കൂടെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുവിധം നമുക്ക് സ്കാംസിലൊന്നും പെടാണ്ടിരിക്കാനായിട്ട് പറ്റും. ആൻഡ് ഒരുപാട് ജെന്യുവൻ ആയിട്ടുള്ള ഏജൻസീസ് ഉണ്ട്, ജെന്യുവൻ ആയിട്ടുള്ള ഇഷ്ടംപോലെ ഏജൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫ്രോഡ് ആയിട്ടുള്ള ഏജൻസീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വയസ്സായിട്ട് ചൂസ് ചെയ്യുക. ഇഷ്ടംപോലെ ജെന്യുവൻ ഏജൻസീസ് ഉണ്ട്. ഇപ്പം ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഏജൻസീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഏജൻസീസ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഈ 6 years പഠിക്കുമ്പോഴായാലും ആ ഒരു ഇതിനങ്ങ് പോകും. മറ്റേത് ഈ ഒരു എന്തായാലും പഠിക്കുമ്പോൾ ഒരുപാട് പ്രഷറും കാര്യങ്ങളും വരുന്നതാണ്. MBBS ആണ്, മെഡിസിൻ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ഏജൻസിയുടെ സ്കാമും കൂടുതലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ടൊക്കെ പോകും. സോ ഏജൻസീസൊക്കെ അടിപൊളിയായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് 6 years പോകാനായിട്ട് പറ്റും. ഇപ്പോൾ കുറേ ഏജൻസീസ് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വയസ്സായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക, ഒരു നല്ലൊരു ഏജൻസി ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ Instagram വഴി സ്ക്രീനിൽ കൊടുത്തേക്കാം. MBBS അബ്രോഡ് സീരീസിൻ്റെ Part 2 ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ Instagramലും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദി നെക്സ്റ്റ് വീഡിയോ.